നമസ്കാരം. ബ്രിട്ടനിൽ ജനസംഖ്യയുടെ 14%, കുറെ കൂടി കൃത്യമായി പറഞ്ഞാൽ 1,13,00,000 ആളുകൾ ഭക്ഷ്യസുരക്ഷ ഇല്ലാതെയാണ് ജീവിക്കുന്നത്. ഇതിൽ 25 ലക്ഷം ആളുകൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ജീവകാരുണ്യ സംഘടനകൾ നടത്തുന്ന ഭക്ഷണ ബാങ്കുകളെ ആശ്രയിച്ചാണ് പട്ടിണിയെ അകറ്റുന്നത് എന്നതാണ് രാജ്യത്തെ പാർലമെന്ററി രേഖകളിൽ പറയുന്നത്. ഇംഗ്ലണ്ടിൽ മാത്രം 1.25 കോടിയോളം കൊള്ളാവുന്ന പാർപ്പിട സൗകര്യമില്ലാത്തവരാണ് 2021 ഒരു സന്നദ്ധ സംഘടനാ പഠനം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബ്രിട്ടനിലെ പ്രഖ്യാതമായിട്ടുള്ള സാർവത്രിക ആരോഗ്യ രക്ഷാ സംവിധാനം നാഷണൽ ഹെൽത്ത് സർവീസ് വർഷങ്ങളായി സർക്കാരിൽ നിന്ന് വേണ്ടത്ര സാമ്പത്തിക പിന്തുണ ഇല്ലാതെ ഞെങ്ങിഞ്ഞെരുങ്ങിയാണ് പ്രവർത്തിക്കുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കാൻ കഴിഞ്ഞതിൽ സംപ്രീതനാണെന്ന് വെള്ളിയാഴ്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്ഥാനമൊഴിഞ്ഞ ഇന്ത്യൻ വംശജനായുള്ള ഋഷി സുനക് വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞെങ്കിലും കുറെ കാലങ്ങളായി ആ രാജ്യത്ത് കാര്യങ്ങൾ അത്ര മികവോടെയല്ല മുന്നേറുന്നത്. 14 വർഷമായി ഭരണം കൈയാളുന്ന സുനകിന്റെ കക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടി വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ടേണ്ട കാരണവും മറ്റൊന്നുമല്ല. എതിർകക്ഷികളായ ലേബർ പാർട്ടി നീണ്ട ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിൽ തിരിച്ചെത്തിയതാകട്ടെ മാറ്റത്തിന് വോട്ട് ചെയ്യൂ എന്ന കുറിപ്പ് കൊള്ളുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ്. ബ്രിട്ടീഷ് പാർലമെന്റിലെ പൊതുസഭയായ ഹൗസ് ഓഫ് കോമൺസിൽ 650 സീറ്റുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 410 സീറ്റിന്റെ ഉജ്ജ്വല വിജയത്തോടെയാണ് ലേബർ പാർട്ടി കരസ്ഥമാക്കിയത്. ഭരണം നേടാൻ 326 സീറ്റാണ് വേണ്ടത്. കൺസർവേറ്റീവ് പാർട്ടി 118 സീറ്റിൽ ഒതുങ്ങി. 2019 തെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവുകൾ 365 സീറ്റ് നേടിയിരുന്നു. ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാമർ പ്രധാനമന്ത്രി സ്ഥാനമേറ്റു കഴിഞ്ഞു. 2020 മുതൽ പൊതുസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം. കൺസർവേറ്റീവുകളുടെ 1.5 പതിറ്റാണ്ടിനെടുക്കുന്ന ഭരണത്തോടുള്ള ജനങ്ങളുടെ കടുത്ത എതിർപ്പാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. ആ ഫലം ഏറെക്കുറെ പ്രതീക്ഷിച്ചതുമായിരുന്നു. ഒരു കാലത്ത് ഭരണസ്ഥിരതയ്ക്ക് പേരുകേട്ട രാജ്യമായിരുന്നെങ്കിലും കഴിഞ്ഞ 5 വർഷത്തിനിടെ 3 പ്രധാനമന്ത്രിമാരാണ് ബ്രിട്ടന് കിട്ടിയത്. ബോറിസ് ജോൺസണും ലിസ് ട്രസും പിന്നെ ഋഷി സുനകനും. 2029 ഡേവിഡ് കാമറോണിന്റെ നേതൃത്വം നേടിയ ഉജ്ജ്വല വിജയത്തിനു ശേഷം 2015 2017 2019 നടന്ന തിരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടി അധികാരം നിലനിർത്തി. പക്ഷേ കൺസർവേറ്റീവിന്റെ ഭരണം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ കരകയറ്റുന്നതിന് പകരം സാമ്പത്തിക വ്യവസ്ഥയെ കൂടുതൽ ഞെരുക്കുകയാണ് ഉണ്ടായത്. ബ്രെക്സിറ്റും കോവിഡ് വ്യാപനവും യുക്രൈൻ യുദ്ധവും സ്ഥിതി വഷളാക്കി. സുനകിന്റെ പിൻഗാമിയായ ലീസ് ട്രസിന്റെ 49 ദിവസത്തെ ഭരണകാലയളവിൽ നടപ്പാക്കിയ പരിഷ്കരണങ്ങൾ സമ്പദ് വ്യവസ്ഥയെ ഉലച്ചു. പ്രശ്നങ്ങളൊക്കെയും സാധാരണക്കാരുടെ ജീവിത നിലവാരത്തിലേക്ക് നിഴൽ വീഴ്ത്തി. ആ ജനം ഒരു മാറ്റത്തിനായി കാത്തിരുന്നപ്പോഴാണ് തെരഞ്ഞെടുപ്പിന് 7 മാസം നേരത്തെ പ്രധാനമന്ത്രി ഋഷി സുനക് പ്രഖ്യാപിച്ചത്. തങ്ങളുടെ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്കയിലായിരുന്ന ജനം സ്വാഭാവികമായി ഇക്കുറി വോട്ട് മാറ്റിക്കുത്തി. സാമ്പത്തിക പ്രതിസന്ധി അതിജീവിക്കുക എന്ന് തന്നെയാണ് പുതിയ പ്രധാനമന്ത്രി ഏറ്റെടുക്കാനുള്ള വെല്ലുവിളി. ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുമെന്ന് കൂടി പറഞ്ഞ പ്രകടന പത്രികയാണ് ലേബർ പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. IT അടക്കമുള്ള മേഖലയിൽ കൂടുതൽ ഇന്ത്യക്കാർക്ക് അവസരം നൽകുന്ന നയങ്ങളും മധ്യ ഇടതു സ്വഭാവമുള്ള ആ പാർട്ടി നയിക്കുന്ന സർക്കാരിൽ നിന്ന് ഇന്ത്യൻ മധ്യവർഗം ഉറ്റുനോക്കുന്നത്.